നമസ്കാരം. കൗമാരക്കാരായ ടീനേജിൻ്റെ പ്രായത്തിലുള്ള മക്കളുള്ളവരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെയാണോ നിങ്ങൾ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോളൂ കേട്ടോ. ഈ സമയത്താണ് രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നത് എന്നാണ് സാധാരണ പറയുക. അവരെ മാനേജ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കൗമാരം എന്നൊക്കെ പറയുന്നത് ശാരീരികവും വൈകാരികവും മാനസികവുമായ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. നല്ല സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അവരുമായി തുറന്ന ആശയവിനിമയങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഈ പ്രായത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം അമിതമായി സ്വാതന്ത്ര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് പറയുക. സമപ്രായക്കാരായുള്ള കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുമായി സംസാരിക്കുമ്പോഴേ അവരുടെ ഫീലിങ്സും അനുഭവങ്ങളും കൂടുതൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പെട്ടെന്നൊന്നും ഒരു പരിഹാരത്തിലേക്ക് നിങ്ങൾ പോകാൻ നിൽക്കേണ്ട കേട്ടോ. അവർ പറയുന്നതൊക്കെ സജീവമായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നവരെ കൂടുതൽ നിയന്ത്രിക്കാനും നിങ്ങൾ നിൽക്കണമെന്നില്ല. വളരെ നന്നായിട്ട് പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില നിയന്ത്രണങ്ങളൊക്കെ അവരുടെ മേൽ നമുക്കുണ്ട് എന്നുള്ളത് അവരെ നമ്മൾ തോന്നിപ്പിക്കുകയും വേണം. കർശന നിയന്ത്രണങ്ങൾക്കൊന്നും നിങ്ങൾ നിൽക്കണമെന്നില്ല കേട്ടോ. അവർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് അവരുടെ തെറ്റുകളിൽ നിന്ന് അവരുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെറിയ ചെറിയ പ്രശ്നങ്ങളോട് അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അവർ കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ തേടുമ്പോൾ അതിൻ്റെ അതിരുകളെല്ലാം പരിശോധിക്കുക എന്നുള്ളത് സാധാരണ മരണമാണ്. അതുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി നിങ്ങൾ ശാന്തമായിക്കൊണ്ട് പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൗമാരക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകേണ്ടത് അത്യാവശ്യമാണെങ്കിലും ഏറ്റവും സുസ്ഥിരവും പ്രതീക്ഷകളും നൽകുന്ന അതിരുകൾ സുസജ്ജമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. മുന്നേ പറഞ്ഞ പോലെ സമപ്രായക്കാരുമായുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോസിറ്റീവ് സൗഹൃദങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ സാമൂഹ്യ വലയത്തിലെ പല ബുദ്ധിമുട്ടുകളും അമിതമായി ഒന്നും കടന്നു കയറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വ്യായാമം ചെയ്യാനും യോഗ പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ പഠിപ്പിക്കാനും കൗമാരക്കാരോട് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലെ നിയമങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം റൂമിലെങ്കിലും സ്വന്തമായിട്ട് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതിലൊരു കുഴപ്പവുമില്ല കേട്ടോ. വീട്ടിൽ ആര് വന്നാലും മാന്യമായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഇടപെടാനും അവരെ പഠിപ്പിച്ചോ നിങ്ങൾ. അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും തടിയും വെണ്ണമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലേ അതൊക്കെ കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത അവരോട്. പിന്നീട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആയാലും നിങ്ങൾക്കും കൂടെ ഒരു ഇടം കിട്ടുന്ന രീതിയിൽ അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. സ്കൂളിലോ കോളേജിലൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ അവരോട് കുറച്ചൊന്ന് കർക്കശ നിലപാടൊക്കെ എടുക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അവരുടെ വീക്ഷണത്തോടൊന്നും നിങ്ങൾക്ക് 100% യോജിക്കാനാവില്ലെങ്കിലും അവരുടെ വികാരങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അംഗീകരിച്ചു കൊടുത്താൽ നമ്മുടെ മാതാപിതാക്കൾക്ക് തമ്മിലുള്ള വിശ്വാസങ്ങൾ ആർജിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കൗമാരക്കാരായ നമ്മുടെ മക്കളുടെ ചില വിജയങ്ങളൊക്കെ എത്ര ചെറുതാണെങ്കിലും നിങ്ങളൊന്ന് ശരിക്കും കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ആഘോഷിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസും ആത്മാഭിമാനവും ഒക്കെ വളർത്തിയെടുക്കാൻ അവർക്ക് സഹായിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രധാനമായും ഒരു കാര്യം പറയാനുള്ളത്, ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങളെ ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നതൊക്കെ നല്ലതാണ് എന്ന്. അത് ചില ആളുകൾക്കൊക്കെ ചില മടികളൊക്കെ ഉണ്ട് ചില സമയത്ത്. ഉദാഹരണം, ലഹരി ഉപയോഗം, ആക്രമണം, ഗുരുതരമായ പെരുമാറ്റ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങാം. പ്രണയനൈരാശ്യം പോലുള്ള മാനസിക ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒരു ഡോക്ടറെയോ കാണിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, കൗമാരക്കാർക്ക് സ്വകാര്യത എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അവരുടെ സ്വകാര്യ ഇടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളത് മാനിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിർവഹിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആയാൽ കൗമാരക്കാരുടെ വളർച്ചയുടെ ഈ നിർണായക കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ പിന്തുടരുന്നതിലൂടെ ആരോഗ്യകരമായ രക്ഷാകർത്തൃ കൗമാര ബന്ധങ്ങൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്നുള്ളതാണ്. കൗമാരപ്രായത്തിലുള്ള മക്കളൊക്കെ നമുക്കും നമ്മുടെ സമൂഹത്തിനും വളരെ വളരെ ഉപകാരമുള്ളതായി വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. നമസ്കാരം. നന്ദി.